ങ്ങളിൽ അകപ്പെട്ട രോഗികൾക്ക് സഹായഹസ്തമേകുന്ന 108 ആംബുലൻസ് തലസ്ഥാന ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. ഇതുവരെ 25,000-ഓളം പേരാണ് 108 ആംബുലൻസിന്റെ സഹായം തേടിയത്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ സന്ദേശമാണ്. ഇനി നിമിഷ നേരങ്ങൾക്കുള്ളിൽ 108 ആംബുലൻസ് സ്ഥലത്തെത്തി അത്യാസന്ന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചുകൊള്ളും. ആരോഗ്യ മേഖലയിൽ സൗജന്യ സേവനത്തിലൂടെ മാതൃകയാവുകയാണ് 108 ആംബുലൻസ്. ഈ സേവനം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ മരണത്തിലേക്ക് നടന്നകുന്ന 25,000-ഓളം പേരെയാണ് 108 ആംബുലൻസിന്റെ സഹായഹസ്തത്താൽ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. തലസ്ഥാന ജില്ലയിൽ 25 ആംബുലൻസുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് 108 ആംബുലൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഫുള്ളി എക്യുപ്ഡ് ആംബുലൻസുകൾ, അതായത് വിത്ത് മോഡേൺ മെഡിക്കൽ എക്യുപ്മെന്റ്, ഡിഫിബ്രിലേറ്റർ, വെന്റിലേറ്റർ, സക്ഷൻ മെഷീൻ, അങ്ങനെ എല്ലാ അത്യാധുനിക മെഡിക്കൽ എക്യുപ്മെന്റോട് കൂടി ഒരു ആംബുലൻസ് ആ എമർജൻസി നടക്കുന്ന ആ സ്ഥലത്ത് വരികയും ആ പേഷ്യൻറ്റിനെ പിക്ക് ചെയ്ത് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ആംബുലൻസുകളിൽ GPS ട്രാക്കിംഗ്, അതായത് ഒരു ആംബുലൻസ് എവിടെ പോകുന്നു, എവിടെയാണ് എമർജൻസി, ആ എമർജൻസി സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു ടെക്നോളജിയും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 108 എന്ന നമ്പറിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ ടെക്നോ പാർക്കിലെ കൺട്രോൾ റൂമിലാണ് ഫോൺ കോൾ എത്തുന്നത്. സ്ഥലമേതെന്ന് കണ്ടെത്തിയ ശേഷം ആ പ്രദേശത്തെ 108 ആംബുലൻസ് ഡ്രൈവറെ GPS വഴി ഇക്കാര്യം അറിയിക്കും. നിമിഷ നേരങ്ങൾക്കുള്ളിൽ 108 ആംബുലൻസ് വീട്ടുപടിക്കലെത്തും. ഏത് അർദ്ധരാത്രിയിലും 108 ആംബുലൻസിന്റെ സേവനം ആവശ്യപ്പെടാം. രോഗി പറയുന്ന ഏത് ആശുപത്രിയിലും കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതും ഒരു 5 പൈസ പോലും വാങ്ങാതെ. പരസഹായം ലഭിക്കാത്തിടങ്ങളിൽ അകപ്പെട്ടവരടക്കം നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 108 ആംബുലൻസിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു ഓർമ്മയിലിരിക്കുന്ന സംഭവം, നമ്മളൊരു നൈറ്റ് ഒരു 12 o'clock നമുക്കൊരു കോൾ വന്നായിരുന്നു. ഒരു ആക്സിഡന്റ് വന്നിട്ട് ആക്സിഡന്റ് സംഭവിച്ച ആളാണ് വിളിച്ചത്. ബട്ട് അയാൾക്ക് അറിയില്ല എവിടെയാണ് കിടക്കുന്നത്. അയാളൊരു ഈ വരുന്ന റൂട്ട് മാത്രമേ പറഞ്ഞെന്നുള്ളൂ. അപ്പം മൂപ്പർ ഒരു കാട്ടിൽ എവിടെയാണ് വീണ് കിടക്കുന്നത്. അതായത് ബോധം പോകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ റൂമിൽ നിന്ന് കോൾ വിളിച്ചിട്ട് 2 ലൈൻ, അതായത് ഒരു ഫോണിൽ നിന്ന് അയാളെയും വിളിച്ചു, ഒരു ഫോണിൽ നിന്ന് വണ്ടിയും വിളിച്ചിട്ട് ആ റൂട്ട് മാത്രം പറഞ്ഞു കൊടുത്തു. സോ ഈ വണ്ടി പോകുന്ന സൗണ്ട് നമുക്ക് ഈ പറഞ്ഞ ആളുടെ മൊബൈലിൽ നിന്ന് കിട്ടുമായിരുന്നു ആ റൂട്ടിൽ പോകുമ്പോൾ. അങ്ങനെ കണ്ടുപിടിച്ച് ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചാൽ പ്രതിയാവുമെന്ന് ഭയന്ന് അടുത്ത കാലം വരെ പലരും മടിച്ചു നിന്നിരുന്നു. എന്നാൽ 108 ആംബുലൻസിന്റെ കടന്നുവരവോടെ ഈ ഒരു അവസ്ഥയ്ക്കും വിരാമമായി. പണക്കൊഴുപ്പിന്റെ സാമ്രാജ്യമായി ആരോഗ്യ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സൗജന്യ സേവനത്തിലൂടെ 108 ആംബുലൻസ് മാതൃകയാവുകയാണ്.